അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുട്ട വെച്ചിട്ട് അധികം ഓയിലിയൊന്നും അല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇതിന് നമ്മൾ കണ്ണൂരൊക്കെ റൊട്ടി നിറച്ചത് എന്നാണ് പറയൽ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടെ ഒന്നിച്ച് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ആ ഒരു പൊടിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഉപ്പെല്ലാം വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഫില്ലിംഗ് എല്ലാം ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലത്തെ പാവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബന്നല്ല വേണ്ടത്, ബ്രെഡാണ്. ബ്രെഡ് എന്ന് പറയുമ്പോൾ ഈ കട്ട് ചെയ്യാതെ കിട്ടുന്ന ബ്രെഡ് ഉണ്ടാവും, ബേക്കറിയിലെല്ലാം വാങ്ങാൻ കിട്ടും. നമ്മൾ റൊട്ടി എന്നാണ് പറയൽ അതിന്. ഇവിടെ ഇപ്പം ഞാൻ അധികം അങ്ങനെ അത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാവ് തന്നെ എടുത്തത്. അപ്പോൾ നാട്ടിലെല്ലാം ഉള്ളവരാണെങ്കിൽ ബേക്കറിയിൽ നിന്ന് അവർ കട്ട് ചെയ്യാതെ ബ്രെഡ് വാങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു പാവ് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഓരോ പാവ് തന്നും എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് നിറക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നത് ശരിക്കും വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. ആ ഒരു ഭാഗം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കാണിക്കുന്നുണ്ട്, അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ റൊട്ടിയാണ് എടുക്കുന്നതെങ്കിൽ റൊട്ടി ആ ഒരു കട്ട് ചെയ്യാതെ കിട്ടുന്ന ബ്രെഡല്ലേ, അതിനെ രണ്ടായിട്ട് നടുവിൽ നിന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ഉള്ളിൽ നിന്നെല്ലാം ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ബാക്കിയെല്ലാം ഇതിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ബന്നിന് പകരം റൊട്ടി എടുക്കുക, ആ ഒരു റൊട്ടീനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് റെഡിയാക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഉൾഭാഗമൊക്കെ എടുത്തിട്ട് റെഡിയാക്കി എടുത്തത്. ഒരു ഭാഗം ആ മുകൾ ഭാഗം കട്ട് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളത് കൈകൊണ്ടിങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അങ്ങനെ എല്ലാ ബന്നും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഭാഗം കളയരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മുട്ടയൊന്ന് പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒരു മുട്ടനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മുട്ട മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് ഫില്ലിങ് എടുത്തിട്ടില്ല, ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം മുട്ടൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. പിന്നെ വീണ്ടും കുറച്ച് ഫില്ലിങ് എടുത്തിട്ട് അതിൻ്റെ മുകളിലാക്കിയിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ആ ഒരു മുട്ടനെ കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഇതൊന്ന് കവർ ചെയ്യണം. അപ്പോൾ ഇതുപോലെ കുറച്ച് മുന്നോട്ട് നിൽക്കും, അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഈ വരുന്ന പീസ് ഇതിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മസാല കാണുന്ന ഭാഗത്തൊക്കെ ആ ഒരു ബന്നിൻ്റെ പീസ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. അങ്ങനെ എല്ലാ ബന്നും ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ആ ഒരു ഞാൻ പറഞ്ഞ ബ്രെഡ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നില്ല, ആ ഒരു കട്ട് ചെയ്ത ഭാഗം വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചിട്ട് ആ ഒരു ഭാഗം കൊണ്ട് മൂടിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. കണ്ണൂരുള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയുമായിരിക്കും റൊട്ടി നിറച്ചതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനും ഞാൻ ഇതുപോലെ എല്ലാത്തിലേക്കും മുട്ടയും ഫില്ലിങ്ങും ഒക്കെ നിറച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ബന്നും എടുത്തിട്ട് ഒരു 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു മുട്ടയിലേക്ക് ഈ ഒരു ബന്ന് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മുക്കിയെടുക്കുക. അങ്ങനെ എല്ലാ ബന്നും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഒന്ന് മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്താൽ മതി.
അങ്ങനെ ഇതാ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുക. ഗീയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഗീ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക. ഗീയിലാവുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഗീ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബന്ന് ഇതുപോലെ വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് റെഡിയാക്കി എടുത്താൽ മതി. തീ കൂട്ടി വെക്കരുത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. മുട്ടൻ്റെ ആ ഒരു ഇതിൽ മുക്കിയതല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് 1 മിനിറ്റെല്ലാം കഴിയുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. തിരിച്ചു മറിച്ച് വിട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് എടുത്ത് ചൂടോടെ തന്നെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പം ഒട്ടും ഓയിലില്ലാതെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റൊട്ടി നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.